ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. പാർട്ടിയിലേക്കും അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 5 മീഡിയം സൈസ് ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ ക്യാരറ്റും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് ഇവിടെ നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗീ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ക്യാരറ്റ് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം മധുരത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ പാല് നന്നായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു പാകത്തിന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ട് 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിങ്ങനെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇത് മേലേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് സൂചി റവയും 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു റവയൊക്കെ നന്നായിട്ട് കുക്കായി ഈ ഒരു പാത്രത്തിൽ നിന്നും ഇത് വിട്ട് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഈ ഒരു പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഈ ഒരു രീതിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ആ ഒരു സമയം വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കൈ കൊണ്ട് തൊടാൻ പാകത്തിന് ചൂടാറി വരുമ്പോൾ ഇതുപോലെ കയ്യിൽ ഒരല്പം എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരല്പം ലൂസായിട്ടാണ് ഈ ഒരു മിക്സ് ഉണ്ടാവുക. പക്ഷേ ഇതൊന്ന് ചൂടാറി വരുന്ന സമയത്ത് ഇതുപോലെ ഒരല്പം കട്ടിയായി വരും. കാരണം നമ്മൾ ഇതിൽ റവയൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് ടൈറ്റായി വരും. നമ്മുടെ കയ്യിൽ ഒരല്പം എണ്ണ തടവിയിട്ട് ഇതുപോലെ ബോൾസാക്കി ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഒട്ടും ക്രാക്സ് ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോൾസാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ആവിപ്പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ആ ഒരു ബോൾസ് എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5-8 ബോൾസ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റീമറിൽ വെച്ചിട്ടുള്ള ബോൾസ് എല്ലാം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റി എടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 750 മില്ലി പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുള്ള ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിപാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം.
അപ്പോഴേക്കും തിളക്കാൻ വെച്ചിട്ടുള്ള പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേറൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം പാലോ വെള്ളമോ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ ഒരു കോൺഫ്ലവറിന്റെ മിക്സ് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കോൺഫ്ലവർ കുക്കായി വരില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിക്ക് പകരമായിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ചെറുതായിട്ട് കട്ടിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസിൽ, നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റ് ബോൾസ് ഇതുപോലെ ഈ ഒരു പാലിന്റെ മിക്സിലിട്ട് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഈ ഒരു ബോൾസ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ബോൾസ് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ക്യാരറ്റ് ബോൾസ് പൊട്ടിപ്പോവാത്ത വിധത്തിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കോൺഫ്ലവർ ചേർത്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു പുഡിംഗ് ട്രേയിലേക്കോ അല്ലെങ്കിൽ ഒരു വലിയ ബൗളിലേക്കോ മാറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് ജാമുൻ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു പുഡിംഗ് മുഴുവനായിട്ടും ഞാനിവിടെ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ബോൾസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ അവിടെ ആയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ സ്റ്റീം ചെയ്യാത്ത ഈ ഒരു ക്യാരറ്റ് ബോൾസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പുഡിങ് സെർവ് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം ക്യാരറ്റ് ബോൾസ് ഇതുപോലെ സ്റ്റീം ചെയ്യാതെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയും കഴിക്കാനുള്ള ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഒരല്പം ബദാം ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ബദാമിന് പകരമായിട്ട് കാഷ്യൂസോ പിസ്തയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിപ്പം ചൂടോടെ തന്നെ സെർവ് ചെയ്യാണ്. ചൂടോടെ സെർവ് ചെയ്യുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തണുപ്പിച്ചിട്ടും സെർവ് ചെയ്യാം. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഈ ഒരു പുഡിങ് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവും. പാർട്ടിയിലേക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് ഇത്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.